തെരഞ്ഞെടുപ്പിൽ വൻ തോൽവി ഉണ്ടായപ്പോഴും കണ്ണൂരിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് CPM ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കണ്ണൂരിൽ പാർട്ടി കോട്ടയാണ്. അവിടെ പോലും നിലം തൊടാതെ തോൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നിട്ടും CPMന് ഇപ്പോഴും അതിൻ്റെ ആ തിരിച്ചടി അല്ലെങ്കിൽ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഇപ്പോഴും അഹങ്കാരത്തിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ധാർഷ്ട്യത്തിനൊന്നും കുറവില്ല എന്ന് തോന്നുന്നു. കാരണം ഇന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞിരിക്കുന്നു, കണ്ണൂരിൽ V കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ ചെമ്മീൻ ഷെഡ് നശിപ്പിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ആരാണ് പ്രതികളെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് CPM പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തിയത്. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് KK രാഗേഷാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷെഡ് മാത്രമല്ല, അതിന്റെ അടിയിൽ വേണമെങ്കിലും എന്താണ് മാന്താനുള്ള ശേഷിയുണ്ട് ഇപ്പോഴും പാർട്ടിക്കുണ്ട് എന്ന് പറഞ്ഞു. കാരണം അതായത് വേണമെങ്കിൽ അത് താർക്കല്ല, എല്ലാം അടിവേര് വരെ മാന്താനുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ് അത് സൂചന നൽകുന്നത്. ഈ ആരാണ് കാരണം വിമതനായി നിന്നിട്ട് കണ്ണൂരിൽ നിന്ന് ജയിച്ച V കുഞ്ഞികൃഷ്ണനോടുള്ള പക ഇതുവരെ തീരാത്തത് നമ്മൾ കണ്ടുവരികയാണ്. കുറച്ചു കാലമായിട്ട് പല കേസുകളും കുഞ്ഞികൃഷ്ണൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 22ഓളം കേസുകൾ പയ്യന്നൂരിൽ എടുത്തിട്ട് അതിൽ 21 കേസും ഈ കുഞ്ഞികൃഷ്ണനെ പ്രതിയാക്കിക്കൊണ്ടുള്ള കേസുകളാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. ഒരു കേസ് മാത്രം CPMനെതിരായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പോഴും നിരന്തരം ദ്രോഹങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പക തീർക്കുന്ന ഒരു രീതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് CPM. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രസംഗം കൂടി വരുന്നത്. അല്ല, പകപോക്കലിനാണ് CPM ഒരുങ്ങുന്നതെങ്കിൽ CPM ഇതിനു മുൻപ് 10 വർഷം പകപോക്കി കളിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇത്രയും വലിയൊരു പരാജയം ഉണ്ടായത്. ഇനിയും അതേ അഹങ്കാരത്തോടു കൂടിയും ധിക്കാരത്തോടു കൂടിയും മുന്നോട്ട് പോകാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഒരിക്കലും CPMന് കേരളത്തിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. ബംഗാളിൽ ഉണ്ടായ അതേ അവസ്ഥ കേരളത്തിലും ഉണ്ടാകും. ഒരിക്കലും CPM തകരണമെന്നോ അല്ലെങ്കിൽ CPM ഇല്ലാതാകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ അത് ഗുണം ചെയ്യാൻ പോകുന്നത് BJPക്ക് ആയിരിക്കും. അതുകൊണ്ട് CPM എന്ന പാർട്ടി നിലനിന്ന് പോകണമെങ്കിൽ, LDF എന്ന മുന്നണി നന്നായി പോകണമെങ്കിൽ അതിൻ്റെ അകത്ത് CPM ഏറ്റവും നല്ല അല്ലെങ്കിൽ മര്യാദയുടെ രാഷ്ട്രീയ മര്യാദയോടുകൂടി മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ചേട്ടാ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കണ്ണൂരെന്ന് കേൾക്കുമ്പോൾ കോട്ടകളാണ് അല്ലെങ്കിൽ പാർട്ടി കോട്ടകളാണ്, പാർട്ടി ഗ്രാമങ്ങളാണ്. കോട്ടയും ഇല്ല, കൊത്തളങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതും ഇതേ CPM തന്നെയാണ്. അല്ലെങ്കിൽ CPMന്റെ ഇതേ ധാർഷ്ട്യവും ഏകാധിപത്യ രീതികളും തന്നെയാണ് അവിടെ പാർട്ടിയെ ഈ ഗതിയിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഈ V കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായി പാർട്ടിക്കെതിരെ സംസാരിക്കേണ്ട സാഹചര്യത്തിൽ ഒരു ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് പാർട്ടിയോടാണ്. അവസാനം സഹികെട്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് കുഞ്ഞികൃഷ്ണനെ കൊണ്ട് എത്തിച്ചതും ഇതേ പാർട്ടിയാണെന്ന് ഓർക്കണം. എന്നിട്ടും ജനങ്ങൾക്കറിയാം കുഞ്ഞികൃഷ്ണനായിരുന്നു ശരി, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ജയിച്ചത്. അല്ലെങ്കിൽ ഇവരുടെ കോട്ടകളല്ല, കണ്ണൂരിലെ കോട്ടകളെല്ലാം തകർത്തുകൊണ്ട് ഒരു കുഞ്ഞികൃഷ്ണൻ വിചാരിച്ചപ്പോൾ ഇവരുടെ ഒരു കോട്ട ഇളക്കാൻ പറ്റിയെങ്കിൽ അവിടെ CPM എന്ത് അടിത്തറയായിരുന്നു ഉണ്ടായിരുന്നെന്ന് ഇവർ ചിന്തിക്കണം. ഇതിനകത്ത് ഇപ്പം ഈ മുൻ MLA കുഞ്ഞികൃഷ്ണനെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചതായിട്ടും കാണുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആ ഇലക്ഷന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എതിരെ കൂടി അദ്ദേഹം കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വെച്ചൊരു കാര്യം, അന്നത്തെ MLA മാറ്റണം. അദ്ദേഹം വളരെ ശരിയായ രീതിയിലല്ല പോകുന്നത്, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയാണെങ്കിൽ വലിയ പരാജയം പാർട്ടിക്ക് നേരിടേണ്ടി വരും. മുന്നറിയിപ്പ് കൊടുത്തു. അതിന്റെയൊക്കെ ഒരു ദേഷ്യം കൂടി ഉണ്ട്. ഫണ്ട് തട്ടിപ്പിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നൊക്കെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മധുസൂദനൻ ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാകുന്നു. പക്ഷെ അത് കുഞ്ഞികൃഷ്ണൻ അറിയാമത്. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം മുതലേ ആവർത്തിച്ചത്. പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഒരു ഭിന്നസ്വരം ഉണ്ടാകുമ്പോൾ അത് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. ഇപ്പോൾ ഷെഡ് കത്തിച്ചു അല്ലെങ്കിൽ നമ്മൾ കണ്ണൂർ എന്ന് പറയുമ്പോൾ കണ്ണൂർ ഇത്രയും വലിയ പരാജയം ഉണ്ടാകുന്നു. ധർമ്മടത്ത് പോലും ഒരു റൗണ്ട് പിണറായി വിജയൻ പിന്നിൽ പോയിട്ടുണ്ടെങ്കിൽ 6 റൗണ്ട് പോയി, അല്ല ഏറ്റവും കുറഞ്ഞത് ഒരു റൗണ്ടെങ്കിലും പിന്നിൽ പോയിട്ടുണ്ടെങ്കിൽ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മനുഷ്യൻ ഒരു റൗണ്ടെങ്കിലും പിന്നിൽ പോയിട്ടുണ്ട് ഒന്നല്ല. അത് പ്രത്യേകിച്ച് കണ്ണൂർ പോലെ ഒരു സ്ഥലത്ത് ഒരു റൗണ്ടെങ്കിലും പിന്നിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവർ എത്രത്തോളം CPM അധപ്പതിച്ചു, കണ്ണൂരിൽ ഏത് ഗതിയിലായിരുന്നു. പിന്നെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മധുസൂദനെ മാറ്റിയില്ല എന്നുള്ളതിന് രാകേഷ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് പാർട്ടി അംഗീകരിക്കുന്നതിന് പോലും അംഗീകരിക്കുന്നതിന് തുല്യമാകില്ല എന്ന രീതിക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഷെഡ് കത്തിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനുമായി അടുപ്പമുള്ള ഒരാളുടെ ചെമ്മീൻ ഷെഡ് കത്തിച്ചതുമായി ബന്ധപ്പെട്ട് CPM ആണ് പറയുന്നത്, UDF അല്ലേ അല്ലെങ്കിൽ നിങ്ങളല്ലേ ഭരിക്കുന്നത്, അതുകൊണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോഴും പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഷെഡ് ഞങ്ങൾ കത്തിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും മാന്താൻ ഇതിന്റെ അടിവേര് വരെ മാന്താൻ ഞങ്ങൾക്കറിയാം. അത് ശരിയാണ്, കണ്ണൂർ രാഷ്ട്രീയത്തിൽ അടിവേര് വരെ മാന്തി പൊളിച്ചിട്ടുമുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ മണ്ണ് തന്നെയാണ് കണ്ണൂരിൻ്റെത്. അത് യാതൊരു സംശയമില്ല. ഇദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നൊക്കെ ഉള്ള ചിത്രം വരുന്നതിനൊക്കെ മുമ്പ് കുഞ്ഞികൃഷ്ണൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നു, ഫണ്ട് തട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ റീത്ത് വെച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് മുതലേ തുടങ്ങിയതാണ്. അഭിപ്രായം പറയുന്നവരെയൊക്കെ തേടി ഇന്നോവ വരുമോ എന്നുള്ള ഭയമുള്ള
നാടാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ ഇപ്പൊ പറയുന്നതാണ് അക്രമ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും അക്രമ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി എന്ന് പറയുമ്പോഴും ഇതിനു മുൻപ് വരെ അല്ലെങ്കിൽ 10 വർഷം പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പല ആളുകളും തങ്ങളുടെ ഉള്ളിലെ എതിർപ്പ് പറയാതിരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇനിയൊരു TP ആകാൻ അവർക്കാർക്കും താല്പര്യമില്ല എന്നുള്ളത് കൂടി CPM മനസ്സിലാക്കണം. ഇപ്പൊ രാകേഷ് പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞികൃഷ്ണൻ ഒന്നും ആയിരുന്നില്ല, മീഡിയകൾ പ്രത്യേകിച്ച് ഏഷ്യാന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ഏഷ്യാന്റെ അടക്കമുള്ള മാധ്യമങ്ങളാണ് കുഞ്ഞികൃഷ്ണന് വലിയൊരു ഇമേജ് നൽകിയത്. കുഞ്ഞികൃഷ്ണനായിരുന്നു ശരിയെന്നാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം കൊണ്ട് അവർ സൂചിപ്പിച്ചത് കണ്ണൂരിലെ ജനങ്ങൾ. ഞാൻ പറയുന്നു കേരളത്തിലെ എല്ലാവർക്കും 140 നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ആർക്കും അറിയാനൊന്നും വഴിയില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രം കുറച്ച് ആളുകൾ അറിയാം. എന്നാൽ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ മാറാൻ കുഞ്ഞികൃഷ്ണന് കഴിഞ്ഞു. അതിനുള്ള അവസരം കൊടുത്തത് ആരാണ്? CPM എന്ന പാർട്ടിയാണ്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിയുന്നു, കുഞ്ഞികൃഷ്ണൻ ജയിക്കുന്നു, കുഞ്ഞികൃഷ്ണൻ MLA ആകുന്നു. അതോടുകൂടി തീരേണ്ട കാര്യം അല്ലെങ്കിൽ അതോടുകൂടി വിടേണ്ട വിഷയമാണ്. എന്നിട്ട് അവർ വിടുന്നില്ല. ഒരു തരത്തിലും പക തീരുന്നില്ല. ഇതിനു മുൻപുള്ള പ്രസ്താവന എന്തായിരുന്നു? കുഞ്ഞികൃഷ്ണൻ തെറ്റ് തിരുത്തി വരികയാണെങ്കിൽ പാർട്ടിയിൽ സ്വീകരിക്കുമെന്ന്. തെറ്റ് തിരുത്തേണ്ടത് ആരാണ്? തെറ്റ് പറ്റിയത് ആർക്കാണ്? മറ്റൊരു അല്ലെങ്കിൽ പാർട്ടി വിട്ട് പുറത്തു പോകേണ്ടി വന്നത് പാർട്ടിയുടെ തെറ്റുകൊണ്ടാണെന്ന് ഇപ്പോഴും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോഴും രാകേഷ് ഒന്നാമത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെതിരെ പോലും കണ്ണൂരിലൊക്കെ പല കമ്മിറ്റികളിലും പിണറായി വിജയനെതിരെ പോലും ശക്തമായ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. KK രാകേഷ് ഒക്കെ തോൽവിയുടെ പ്രധാന കാരണമായിട്ട് രാകേഷിന്റെ പേരെടുത്ത് പറയുന്ന ആളുകൾ പോലും ഉള്ള സ്ഥലത്ത് നിന്നാണ് രാകേഷ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ രാകേഷ് പറയുന്നത് വേറൊരു ആരോപണം എന്ന് വെച്ചാൽ ഇത് ആഭ്യന്തരമന്ത്രി, അതായത് ഇപ്പൊ UDF-ന്റെ പിന്തുണയോടുകൂടിയാണല്ലോ ഈ കുഞ്ഞികൃഷ്ണൻ ജയിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുഞ്ഞികൃഷ്ണനെ ഈ ഒരു സംഭവം അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ്. കാരണം പ്രതികൾ CPM അല്ല എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്, രാകേഷ് പറയുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാത്തത്, പ്രതികളെ പിടിക്കാത്തത്. എന്നിട്ട് CPM-ന്റെ മേലിൽ ആരോപണം അല്ല, എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും തോന്നില്ല. ആഭ്യന്തര വകുപ്പ് വ്യക്തമായി ഇതിൽ കേസ് എടുക്കണം. അതിപ്പോ ആര് ചെയ്തോന്നല്ല, CPM ചെയ്തിട്ടില്ല എങ്കിൽ രാകേഷിന് പറയാം ഞങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങളാണ് ഭരിക്കുന്നത്, നിങ്ങൾ നോക്കണമെന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരാശയത്തിൽ വിശ്വസിക്കുന്നു, ചേട്ടൻ മറ്റൊന്ന് വിശ്വസിക്കുന്നു. നമ്മൾ രാഷ്ട്രീയമായി സംസാരിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറയും ഞാൻ ചെയ്തിട്ടില്ല, കേസ് കൊടുക്കൂ, കണ്ടുപിടിക്കൂ എന്ന് പറയുന്നത് പോലെ അല്ല. ഇതിന്റെ അടിവേര് വരെ അറക്കാനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് കണ്ണൂരിൽ നിന്നും ആളുകളെ തകർക്കാനും ഇന്നോവ വിടാൻ, ഇതിപ്പം ഇൻഡയറക്ട്ലി പറഞ്ഞത് എന്താണ്, എല്ലാം നശിപ്പിക്കാനുള്ള കഴിവ് ഇപ്പോഴും കണ്ണൂരിൽ CPM-ന് ഉണ്ട് എന്ന് തന്നെയാണ് രാകേഷ് പറഞ്ഞത്. ഒരു സൈഡിൽ നിന്ന് CPM എങ്ങനെ തിരിച്ചു വരുമെന്ന് ശ്രമിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് കുറെ അണികളും നേതാക്കളും എങ്ങനെയെങ്കിലും CPM-നെ തിരികെ കൊണ്ടുവരണം, CPM എന്ന പാർട്ടി നശിക്കരുതെന്ന് തീരുമാനിക്കുമ്പോൾ മറുവശത്ത് രാകേഷിനെ പോലെയുള്ള ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് CPM-ന് നല്ലതല്ല. ഇതിപ്പോ കുഞ്ഞികൃഷ്ണന്റെ മൈലേജ് കൂടും, ആളുകൾക്ക് കുഞ്ഞികൃഷ്ണനോടുള്ള സ്നേഹവും ബഹുമാനവും കൂടത്തേ ഉള്ളൂ. ഇതിനു മുമ്പും രാകേഷ് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം പല പ്രസ്താവനകളും വിവാദമായിട്ടുണ്ട്. എനിക്കൊന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ പേരിലും ഉണ്ടായിട്ടുണ്ട്, മറ്റേ ഈ ദിവ്യ സൈരുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ രാകേഷ് ഓരോന്നോരോന്ന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ആളാണ്. അത്തരം കാര്യങ്ങൾ പറയുന്നത് പോലെയല്ല, അതൊരു സർക്കാരിനെതിരെ പറയുന്നു. ഞാൻ പറയുന്നു ഇപ്പൊ സ്വന്തം സർക്കാരായിട്ട് പോലും കുഞ്ഞികൃഷ്ണന് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോലും അത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുന്നതെന്ന് പറയാം. പക്ഷേ ഷെഡ് കത്തിക്കുന്നത് ഞങ്ങളല്ല, അതിന്റെ അടിവേര് വരെ മാന്താനുള്ള കെൽപ്പ് ഞങ്ങളെ പാർട്ടി ഇപ്പോഴും കണ്ണൂരിൽ ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഭീഷണിയുടെ സ്വരം തന്നെയാണ്. അല്ല, അന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അന്ന് ഈ ഒരു വിവാദം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം രാകേഷ് എന്തിനു ഉയർത്തണം എന്നുള്ളതാണ്. വിഴിഞ്ഞം കേസിൽ രാകേഷ് എന്തിന് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തണം എന്നുള്ളൊരു ചോദ്യം അന്ന് ഉയർന്നു വന്നിരുന്നു. അന്ന് ഉയർന്നു വന്നിരുന്നു. പക്ഷെ അതിപ്പോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ പറയണമല്ലോ. നമ്മളിപ്പോ ലൈവായി, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരാകുമ്പോൾ ലൈവായി നിൽക്കുക, അതിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രമേ ലൈവായി നിൽക്കൂ. പക്ഷെ അതുപോലെയല്ല, വിഴിഞ്ഞത്തോ PM ശ്രീയിലോ അല്ലെങ്കിൽ മദ്യനയത്തിലോ ഒന്നും നിലപാട് പറയുന്നത് പോലെ അല്ല ഇപ്പൊ ഈ കാര്യത്തിൽ നിലപാട് പറയുന്നത്. അത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഇങ്ങനത്തേതാണ്. എന്തായാലും ഒന്ന് മനസ്സിലാക്കുക, CPM ഇതേ രീതിയിൽ പോകാനാണെങ്കിൽ കണ്ണൂരിൽ ഇപ്പൊ ഉണ്ടായ തിരിച്ചടി ആയിരിക്കില്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് പറയുമ്പോൾ പ്രത്യേകിച്ച് രാകേഷൊക്കെ സംസാരിക്കുമ്പോൾ അളന്നു തൂക്കി 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് സംസാരിക്കണം.